കിങ്സ് ലാൻഡിങ്ങിന്റെ ആകാശത്തുനിന്ന് ഇപ്പോൾ പെയ്തിറങ്ങുന്നത് വെളുത്ത മഞ്ഞിൻ തുള്ളികളല്ല, മറിച്ച് സർവ്വവും ചാമ്പലായതിന്റെ ബാക്കിപത്രമായ കറുത്ത ചിതാഭസ്മമാണ്. ഒരു കാലത്ത് അധികാരത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായിരുന്ന ആ മഹാനഗരം ഇപ്പോൾ വെറുമൊരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. പുകയുന്ന കെട്ടിടങ്ങളുടെയും കത്തിയെരിഞ്ഞ മൃതദേഹങ്ങളുടെയും ഇടയിലൂടെ ടീരിയൻ ലാനിസ്റ്റർ തികഞ്ഞ നിശബ്ദതയോടെ നടന്നു നീങ്ങുകയാണ്. ചുറ്റും നടക്കുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവന്റെ മനസ്സ് മരവിച്ചിരുന്നു. ദൂരെ എവിടെയോ സൈനികരുടെ ബഹളങ്ങൾ കേൾക്കാം, പക്ഷെ ടീരിയന്റെ കാതുകളിൽ അതൊന്നും പതിക്കുന്നില്ല. അന്തരീക്ഷത്തിൽ കരിഞ്ഞ മാംസത്തിന്റെയും ചോരയുടെയും രൂക്ഷഗന്ധം തങ്ങിനിൽക്കുന്നുണ്ട്. ഓരോ ചുവടുവയ്ക്കുമ്പോഴും കരിഞ്ഞ ഇഷ്ടികകളും തകർന്നടിഞ്ഞ മരത്തടികളും അവന്റെ കാലുകളിൽ തടഞ്ഞു. ഇടയ്ക്കിടെ ചിലയിടങ്ങളിൽ തീപ്പൊരികൾ അവശേഷിച്ചിരുന്നു. ആ നഗരത്തിന്റെ അവസാനത്തെ ജീവശ്വാസം പോലെ അവ മിന്നിത്തിളങ്ങി. അല്പം മുന്നോട്ട് നടന്നപ്പോൾ നിലത്ത് വീണുകിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അവന്റെ കണ്ണിൽപ്പെട്ടു. ആ സ്വർണ്ണത്തലമുടിക്കാരിയായ പെൺകുട്ടി ഈ നഗരത്തിലെ ആയിരക്കണക്കിന് നിരപരാധികളിൽ ഒരാൾ മാത്രമായിരുന്നു. തീയിൽ വെന്തുരുകിയ നൂറുകണക്കിന് ശരീരങ്ങൾ ആ തെരുവിലുടനീളം ചിതറിക്കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കടുത്ത ആഘാതത്തിൽ സമനില തെറ്റിയതുപോലെ ഒരു മനുഷ്യൻ ടീരിയന്റെ അടുത്തേക്ക് വേച്ചുവേച്ചു വരുന്നത് കണ്ടു. വസ്ത്രങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ് കീറിപ്പറഞ്ഞിരുന്നു. അവന്റെ നെഞ്ചിലാകെ കരി പുരണ്ടിട്ടുണ്ട്. ടീരിയൻ അവനെ കടന്നുപോകുമ്പോൾ ഒന്ന് തിരിഞ്ഞുനോക്കി. ആ മനുഷ്യന്റെ നടുപ്പുറം മുഴുവനായും തീയിൽ വെന്തുരുകി മാംസം പുറത്തു കാണാമായിരുന്നു. ആ ഭയാനകമായ കാഴ്ച കണ്ടിട്ടും ടീരിയൻ തന്റെ യാത്ര തുടർന്നു. അവന് പിന്നിലായി ജോൺ സ്നോയും സർ ഡാവോസും നടന്നുവരുന്നുണ്ടായിരുന്നു. താൻ വിശ്വസിച്ച, താൻ സ്നേഹിച്ച രാജ്ഞി വരുത്തിവെച്ച ഈ മഹാദുരന്തം കാണുമ്പോൾ ടീരിയന്റെ ഉള്ളിൽ അണപൊട്ടിയൊഴുകുന്ന ദേഷ്യവും സങ്കടവും അവൻ കടിച്ചമർത്തി. വീടുകൾക്കുള്ളിൽ സുരക്ഷിതരാണെന്ന് കരുതി ഒളിച്ചിരുന്നവരുടെ പോലും മൃതദേഹങ്ങൾ വെറും അസ്ഥികൂടങ്ങളായി മാറിയിരിക്കുന്നത് അവൻ കണ്ടു. നടന്നുപോകുന്നതിനിടയിൽ വികൃതമാക്കപ്പെട്ട ഒരു ലാനിസ്റ്റർ സൈനികന്റെ മൃതദേഹത്തിനടുത്ത് അവർ മൂവരും നിന്നു. ആ നിമിഷം നിശബ്ദത ഭേദിച്ചുകൊണ്ട് ടീരിയൻ പറഞ്ഞു, "ഞാൻ നിങ്ങളെ പിന്നീട് വന്നു കണ്ടോളാം." അവിടത്തെ അപകടകരമായ സാഹചര്യം മനസ്സിലാക്കിയ ജോൺ അവനോട് പറഞ്ഞു, "ഇതത്ര സുരക്ഷിതമായ സ്ഥലമല്ല. ഞാൻ കുറച്ച് സൈനികരെ നിന്റെ കൂടെ അയക്കാം." എന്നാൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് ടീരിയൻ പറഞ്ഞു, "ഞാൻ തനിച്ചു പോയിക്കൊള്ളാം." ആരോടും ഒന്നും പറയാതെ ടീരിയൻ മുന്നോട്ട് നടന്നു. തകർന്നടിഞ്ഞ റെഡ് കീപ്പിന്റെ അവശിഷ്ടങ്ങൾക്കരികിൽ അവൻ അല്പനേരം നിന്നു. ആ വലിയ കോട്ടയുടെ നാശം അവനൊരു നെടുവീർപ്പോടെ നോക്കിക്കണ്ടു. എന്നിട്ട് തന്റെ യാത്ര വീണ്ടും തുടർന്നു. അതേസമയം കിങ്സ് ലാൻഡിങ്ങിന്റെ മറ്റൊരു തെരുവിൽ തോൽവി സമ്മതിച്ചു മുട്ടുകുത്തി നിൽക്കുന്ന ലാനിസ്റ്റർ തടവുകാർക്ക് പിന്നിലായി അച്ചടക്കത്തോടെ അൺസലീഡ് സൈനികർ അണിനിരന്നിരുന്നു. അവർക്ക് മുന്നിലൂടെ കടുത്ത ദേഷ്യത്തോടെ ഗ്രേവേം നടക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥ രാജ്ഞിയായ ഡെനേരീസ് ടാർഗേരിയന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ മരണശിക്ഷ വിധിക്കുന്നു, ആജ്ഞാസ്വരത്തിൽ ഗ്രേവേം പറഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് കടന്നുവന്ന ജോൺ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ഗ്രേവേം!" ജോണും ഡാവോസും അവരുടെ സൈനികരും ആ സ്ഥലത്തേക്ക് വേഗത്തിലെത്തിച്ചേർന്നു. ജോൺ നേരെ ഗ്രേവേമിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. "എല്ലാം കഴിഞ്ഞു," ജോൺ ശാന്തമായി പറഞ്ഞു. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഭാവത്തിൽ ഗ്രേവേം പറഞ്ഞു, "ഇവരൊക്കെ തടവുകാരാണ്. രാജ്ഞിയുടെ ശത്രുക്കൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഇതൊന്നും അവസാനിക്കില്ല." അവരുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാനാവാതെ ഡാവോസ് ചോദിച്ചു, "ഇനി എത്രത്തോളം തോൽപ്പിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്?" അവർ മുട്ടുകുത്തിക്കഴിഞ്ഞു. ഗ്രേവേം നിർവികാരനായി പറഞ്ഞു, "അവർക്കിപ്പോഴും ജീവനുണ്ട്. ചുറ്റുമൊന്നു നോക്കൂ സുഹൃത്തെ, നമ്മൾ ജയിച്ചു കഴിഞ്ഞു." ഡാവോസ് വീണ്ടും ഓർമ്മിപ്പിച്ചു പറഞ്ഞു, "ഞാൻ എന്റെ രാജ്ഞിയുടെ കൽപ്പനകൾ മാത്രമാണ് അനുസരിക്കുന്നത്, നിങ്ങളുടേതല്ല." ഗ്രേവേം പരുഷമായി പറഞ്ഞു. അത് കേട്ട് ജോൺ ചോദിച്ചു, "എന്താണ് രാജ്ഞിയുടെ കൽപ്പനകൾ?" "സെർസെ ലാനിസ്റ്ററിനെ പിന്തുടരുന്ന എല്ലാവരെയും കൊല്ലുക. ഇവർ സ്വതന്ത്രരാണ്. അവൾക്കുവേണ്ടി പോരാടാനാണ് ഇവർ തീരുമാനിച്ചത്." ഗ്രേവേം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പറഞ്ഞു തീർന്നതും ഗ്രേവേം തന്റെ കഠാരപ്പുറത്തെടുത്തു. ജോൺ അവന്റെ കയ്യിൽ കടന്നുപിടിച്ചു. ആ നിമിഷം അവിടെ വലിയൊരു യുദ്ധത്തിനുള്ള കളമൊരുങ്ങി. "സമാധാനമായി നിൽക്കൂ," ഡാവോസ് ഇരു കൂട്ടരോടുമായി വിളിച്ചു പറഞ്ഞു. "നമുക്ക് രാജ്ഞിയോട് സംസാരിക്കാം." ഡാവോസ് വളരെ സാവധാനം ജോണിനോട് പറഞ്ഞു. ആ സംഘർഷഭരിതമായ നിമിഷത്തിന് അവിടെ അറുതിയായി. ജോണും ഡാവോസും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അൺസലീഡ് സൈനികർ വീണ്ടും പഴയതുപോലെ അച്ചടക്കത്തോടെ നിന്നു. എന്നാൽ അടുത്ത നിമിഷം തനിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നിരുന്ന ആദ്യത്തെ ലാനിസ്റ്റർ സൈനികന്റെ കഴുത്തിൽ ഗ്രേവേം തന്റെ കഠാര വലിച്ചു കീറി. ചോര വാർന്നു പിടയുന്ന ആ സൈനികനെ അവൻ മുന്നോട്ട് തള്ളിയിട്ടു. ഈ ക്രൂരത കണ്ടുകൊണ്ട് ജോണും ഡാവോസും അവിടെ നിന്നും നടന്നു നീങ്ങി. മറുവശത്ത് റെഡ് കീപ്പിന്റെ തകർന്നടിഞ്ഞ ഭിത്തികൾക്കിടയിലൂടെ ടീരിയൻ തന്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞു നടക്കുകയായിരുന്നു. വെസ്റ്ററോസിന്റെ വലിയ ഭൂപടം വരച്ചിരുന്ന ആ വലിയ മുറ്റത്തേക്ക് അവൻ എത്തിച്ചേർന്നു. ആ ഭൂപടത്തിന്റെ നടുവിലൂടെ വലിയൊരു വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു. തകർന്നു വീണ കല്ലുകളും മണ്ണും ആ മുറിയെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. മുകളിൽ നിന്നും ഇപ്പോഴും ചിതാഭസ്മം പെയ്തുകൊണ്ടിരുന്നു. മുറിയുടെ ഒരറ്റത്ത് കിടന്നിരുന്ന ഒരു ഇരുമ്പ് പന്തം കയ്യിലെടുത്തു. അവൻ കോട്ടയുടെ കൂടുതൽ ഉള്ളിലേക്ക് നടന്നു. ഒരു ചെറിയ വെളിച്ചത്തിന്റെ സഹായത്തോടെ ടീരിയൻ റെഡ് കീപ്പിന്റെ താഴേക്കുള്ള വൃത്താകൃതിയിലുള്ള പടവുകൾ ഇറങ്ങിത്തുടങ്ങി. ചുറ്റുമുള്ള ഇരുട്ടും നിശബ്ദതയും അവന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. താഴെയെത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ ആ വലിയ അറ മുഴുവൻ പരതി. മിക്ക വഴികളും കല്ലുകൾ വീണു അടഞ്ഞുപോയിരുന്നു.
എന്നാൽ ഒരു കമാനത്തിനിടയിലൂടെ ചെറിയൊരു വെളിച്ചം വരുന്നത് അവൻ കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന പന്തം അവിടെ വെച്ചിട്ട് അവൻ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഉള്ളിലേക്ക് കടന്നു. ഡ്രാഗണുകളുടെ തലയോട്ടികൾ സൂക്ഷിച്ചിരുന്ന ആ ഇരുണ്ട അറയിലേക്കാണ് അവനെത്തിയത്. അവിടെയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. കല്ലുകളുടെയും ഇഷ്ടികകളുടെയും ഒരു വലിയ കൂമ്പാരത്തിന് മുകളിലേക്കവൻ കയറി. പെട്ടെന്ന് താഴെ മണ്ണിൽ പകുതി മൂടിയ നിലയിൽ ഒരു സ്വർണ്ണ കൈ അവന്റെ കണ്ണിൽപ്പെട്ടു. അത് ജെയ്മി ലാനിസ്റ്ററിന്റെ കൈയായിരുന്നു. ടീരിയനിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ വേഗത്തിൽ അവിടെ മുട്ടുകുത്തിയിരുന്ന് സങ്കടത്തോടെ ആ സ്വർണ്ണ കൈകളിൽ സ്പർശിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വേഗത്തിൽ അവൻ ഓരോ ഇഷ്ടികകളായി എടുത്തുമാറ്റാൻ തുടങ്ങി. കല്ലുകൾ മാറ്റുന്തോറും ജെയ്മിയുടെ ശരീരം അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ടീരിയന് തന്റെ സങ്കടമടക്കി നിർത്താനായില്ല. അവൻ പൊട്ടിക്കരഞ്ഞുപോയി. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ വീണ്ടും കല്ലുകൾ മാറ്റാൻ തുടങ്ങി. എന്നാൽ ആ കാഴ്ച അവനെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. താൻ ജീവന് തുല്യം സ്നേഹിച്ച സഹോദരൻ സെർസി ലാനിസ്റ്ററിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിച്ചുകിടക്കുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് ഈ കല്ലുകൾക്കിടയിൽ ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നു. കടുത്ത നിരാശയിലും സങ്കടത്തിലും ടീരിയൻ അലറിക്കരഞ്ഞു. അതേസമയം നഗരത്തിലെ മറ്റൊരു വഴിയിലൂടെ ആര്യ സ്റ്റാർക്ക് നടന്നുവരികയായിരുന്നു. ചുറ്റും ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളും ചോരയും കണ്ട് അവളുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. അവളുടെ മുഖത്താകെ ചോരയും അഴുക്കും പുരണ്ടിട്ടുണ്ടായിരുന്നു. ദൂരെയായി ദോത്രാക്കി സൈനികരുടെ അലർച്ചകൾ കേൾക്കാം. വലിയ കമാനങ്ങൾക്കപ്പുറം കുതിരപ്പുറത്തേറി നിൽക്കുന്ന ദോത്രാക്കി സൈനികരുടെ വലിയൊരു കൂട്ടത്തെ അവൾ കണ്ടു. കാട്ടുജാതിക്കാരായ ദോത്രാക്കികൾക്കിടയിലൂടെ ജോൺ സ്നോ മുന്നോട്ട് നടന്നുവരികയായിരുന്നു. യുദ്ധത്തിന്റെ ഉന്മാദം അവരിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. അവരുടെ കുതിരകളും വല്ലാതെ അസ്വസ്ഥരായിരുന്നു. അവരെ കടന്ന് ജോൺ അച്ചടക്കത്തോടെ നിൽക്കുന്ന അൺസല്ലീഡ് സൈനികർക്ക് മുന്നിലെത്തി. അവിടെ തകർന്നുകിടക്കുന്ന ഒരു വലിയ കെട്ടിടത്തിലേക്ക് കയറാനുള്ള പടവുകളുണ്ടായിരുന്നു. ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലായി ടർഗേരിയൻ വംശത്തിന്റെ വലിയൊരു കൊടി പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. അല്പം അകലെയായി ആൾക്കൂട്ടത്തിൽ നിന്നും മാറി ആര്യായും അവർക്ക് സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. മുകളിൽ കൊടിയുടെ അടുത്തായി ഗ്രേവം നിൽക്കുന്നുണ്ടായിരുന്നു. ജോൺ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തിട്ട് പടവുകൾ കയറാൻ തുടങ്ങി. മുകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയവും ആകാംക്ഷയുമുണ്ടായിരുന്നു. ആ ഭീമാകാരനായ ഡ്രാഗൺ ദോത്രാക്കികൾക്ക് മുകളിലൂടെ പറന്നപ്പോൾ അവർ ആവേശത്തോടെ ആർത്തുവിളിച്ചു. ആ തകർന്ന കെട്ടിടത്തിനു മുകളിലൂടെ ഡ്രാഗൺ പറന്നു വട്ടമിട്ടു. ജോൺ പതുക്കെ തന്റെ നടത്തം തുടർന്നു. ഡ്രാഗണുകളുടെ യഥാർത്ഥ രാജ്ഞി താൻ തന്നെയാണെന്ന് അവൾ ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്ന ഒരു മാസെൻട്രി. ഡെനീരിസ് താഴെ നിൽക്കുന്ന തന്റെ സൈന്യത്തെ നോക്കി ദോത്രാക്കി ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, "എന്റെ ചോരയുടെ ചോരകളെ." ആ ശബ്ദം കേട്ടതും ദോത്രാക്കികൾ പെട്ടെന്ന് നിശബ്ദരായി തങ്ങളുടെ ഖലീസിയെ നോക്കി. "നിങ്ങൾ എനിക്ക് നൽകിയ വാക്കുകളെല്ലാം പാലിച്ചു. ഇരുമ്പ് വസ്ത്രം ധരിച്ച എന്റെ ശത്രുക്കളെ നിങ്ങൾ കൊന്നൊടുക്കി," അവൾ ആവേശത്തോടെ പറഞ്ഞു. "അവരുടെ കല്ലുകൊണ്ട് കെട്ടിയ വീടുകൾ നിങ്ങൾ തകർത്തെറിഞ്ഞു. നിങ്ങൾ എനിക്ക് 7 രാജ്യങ്ങളും കീഴടക്കിത്തന്നു." ഡെനേരീസ് തന്റെ പ്രസംഗം തുടർന്നു. അവളുടെ ഇടതുവശത്തുള്ള ഒരു തകർന്ന കെട്ടിടത്തിനു മുകളിൽ വന്നിരുന്നുകൊണ്ട് ഡ്രാഗൺ ഭയാനകമായി അലറി. ഡ്രാഗണിന്റെ അലർച്ച കേട്ട് ദോത്രാക്കികൾ തങ്ങളുടെ വാളുകൾ വീശി വീണ്ടും ആർത്തുവിളിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിൽക്കുന്ന ജോണിന്റെ മുഖത്ത് കടുത്ത ആശങ്ക നിഴലിച്ചിരുന്നു. എന്നാൽ ഡേനരിസ് തികഞ്ഞ അഭിമാനത്തോടെ തന്റെ സൈന്യത്തെ നോക്കി. എന്നിട്ടവൾ ഗ്രേവോമിന്റെ നേരെ തിരിഞ്ഞു. "ടോർഗോ നുധോ," അവൾ വിളിച്ചു. ഗ്രേവം മുന്നോട്ട് വന്നു നിന്നു. വെലീരിയൻ ഭാഷയിൽ അവൾ അവനോട് പറഞ്ഞു, "പ്ലാസ ഓഫ് പ്രൈഡ് മുതൽ നീ എന്റെ കൂടെയുണ്ട്. പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും ധീരനും സൈനികരിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനുമാണ് നീ. എന്റെ മുഴുവൻ സൈന്യത്തിന്റെയും കമാൻഡറായി, രാജ്ഞിയുടെ യുദ്ധമന്ത്രിയായി ഞാൻ നിന്നെ പ്രഖ്യാപിക്കുന്നു." ഇതു കേട്ടതും അൺസലൈഡ് സൈനികർ ഒരേ താളത്തിൽ തങ്ങളുടെ കുന്തങ്ങൾ നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി. ആ അംഗീകാരം ഏറ്റുവാങ്ങി ഗ്രേവോം പിന്നിലേക്ക് മാറിനിന്നു. ഈ സമയത്ത് അങ്ങേയറ്റം ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ ടീരിയൻ അവർക്ക് പിന്നിലൂടെ നടന്നുവരുന്നുണ്ടായിരുന്നു. ഡെനേരീസ് വീണ്ടും തന്റെ പ്രസംഗം തുടർന്നു. "അൺസലീഡ്, നിങ്ങളെയെല്ലാം നിങ്ങളുടെ അമ്മമാരുടെ കൈകളിൽ നിന്നും തട്ടിയെടുത്ത് അടിമകളായാണ് വളർത്തിയത്. എന്നാൽ ഇന്ന് നിങ്ങൾ വിമോചകരാണ്. ഒരു ക്രൂരയായ ഭരണാധികാരിയുടെ പിടിയിൽ നിന്നും നിങ്ങൾ കിങ്സ് ലാൻഡിംഗിലെ ജനങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു." വീണ്ടും അൺസലൈഡ് കുന്തങ്ങൾ നിലത്തടിച്ചു. "പക്ഷെ നമ്മുടെ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല. ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും സ്വതന്ത്രരാക്കുന്നതുവരെ നമ്മൾ നമ്മുടെ കുന്തങ്ങൾ താഴെ വയ്ക്കില്ല," അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു. സൈനികർ വീണ്ടും കുന്തങ്ങൾ നിലത്തടിച്ചു.
വിന്റർഫെൽ മുതൽ ഡോൺ വരെ, ലാനിസ്പോർട്ട് മുതൽ കാർത്ത് വരെ, സമ്മർ ഐൽസ് മുതൽ ജേഡ് സീ വരെ. സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ എല്ലാവരും ഈ കാലചക്രത്തിന് കീഴിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഡെനറിസ് പറഞ്ഞു. നിങ്ങൾ എന്റെ കൂടെ ആ കാലചക്രം തകർക്കാൻ തയ്യാറാണോ? അവൾ ഉച്ചത്തിൽ ചോദിച്ചു. സൈനികർ തങ്ങളുടെ കുന്തങ്ങൾ താളാത്മകമായി നിലത്തടിച്ചുകൊണ്ട് സമ്മതമറിയിച്ചു. ഇതെല്ലാം ദൂരെ നിന്നും വീക്ഷിക്കുന്ന ആര്യയുടെ മുഖത്ത് കടുത്ത വെറുപ്പായിരുന്നു. ഡെനറിസ് ആ നിമിഷങ്ങൾ പൂർണ്ണമായും ആസ്വദിച്ചു. ഒരു വലിയ നെടുവീർപ്പോടെ ടീരിയൻ ജോണിനെ കടന്ന് ഡെനറിസിന്റെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ വലതുവശത്തായി വന്നു നിന്നു. എല്ലാം സ്വന്തമാക്കിയ അഹങ്കാരത്തോടെ അവൾ അവനെ നോക്കി. നീ നിന്റെ സഹോദരനെ മോചിപ്പിച്ചു. നീ എന്നെ ചതിച്ചു, ഡെനറിസ് തണുത്ത സ്വരത്തിൽ പറഞ്ഞു. യാതൊരു കുറ്റബോധവുമില്ലാതെ, എന്നാൽ കടുത്ത വേദനയോടെ ടീരിയൻ പറഞ്ഞു. ഞാൻ എന്റെ സഹോദരനെ മോചിപ്പിച്ചു. എന്നാൽ താങ്കളോ ഒരു നഗരത്തെ മുഴുവൻ കൊന്നൊടുക്കി. അവർ രണ്ടുപേരും പരസ്പരം കണ്ണുകളിൽ നോക്കി നിന്നു. ടീരിയന്റെ ഉള്ളിൽ കടുത്ത നിരാശയായിരുന്നു. എന്നാൽ ഡെനറിസിന്റെ മുഖത്ത് അഹങ്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ടീരിയൻ തന്റെ നെഞ്ചിൽ കുത്തിയിരുന്ന രാജ്ഞിയുടെ വലങ്കൈ എന്ന പദവിയെ സൂചിപ്പിക്കുന്ന ആ ബ്രൂച്ച് വലിച്ചൂരി. കടുത്ത വെറുപ്പോടെ അവൻ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ ബ്രൂച്ച് പടവുകളിലൂടെ താഴേക്ക് വീണു ഒരു അൺസലീഡ് സൈനികന്റെ കാലിനരികിൽ ചെന്നു നിന്നു. അതോടെ അവിടെയുള്ള ആഘോഷങ്ങളെല്ലാം നിശബ്ദമായി. അവൾ അവനെയും അവൻ അവളെയും തുറിച്ചുനോക്കി. ഒടുവിൽ അവൾ തന്റെ തീരുമാനമെടുത്തു. ഇവനെ കൊണ്ടുപോകൂ, വെലീരിയൻ ഭാഷയിൽ അവൾ ആജ്ഞാപിച്ചു. 2 അൺസലീഡ് സൈനികർ മുന്നോട്ടുവന്ന് ടീരിയനെ പിടികൂടി. തന്റെ വിധി അംഗീകരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ ജോണിന്റെ മുഖത്തേക്ക് അർത്ഥഗർഭമായി ഒന്നു നോക്കി. ഡെനറിസ് നടത്തിയ ഈ കൂട്ടക്കുരുതിക്ക് ജോൺ തന്റേതായ ഒരു തീരുമാനമെടുക്കണം എന്നൊരു അപേക്ഷ ആ നോട്ടത്തിലുണ്ടായിരുന്നു. ജോണിന്റെ മുഖത്ത് സങ്കടവും ആശയക്കുഴപ്പവും നിറഞ്ഞുനിന്നു. ഗ്രേവം അവനെ കൊണ്ടുപോകുന്നത് ജോൺ നോക്കി നിന്നു. ശേഷം അവൻ തിരിഞ്ഞ് ഡെനറിസിനെ നോക്കി. അവളെ കാണാൻ ഇപ്പോൾ വളരെ മനോഹരിയാണെങ്കിലും അവൾക്കുള്ളിലെ ക്രൂരത അവനെ ഭയപ്പെടുത്തി. ജോണിന്റെ ഉള്ളിലെ സംഘർഷം അവൾക്ക് മനസ്സിലായിരുന്നു. ഒന്നും പറയാതെ തന്റെ സൈന്യത്തോടൊപ്പം അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി. അവൾ പോകുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. ഡെനറിസ് പോയതിനുശേഷം ജോൺ ആ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. പെട്ടെന്നാണ് ആര്യ തന്റെ അടുത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ വന്നു നിന്നത്. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അവളുടെ മുഖത്തെ മുറിവുകളും ചോരപ്പാടുകളും കണ്ട് അവന് സങ്കടം വന്നു. അവൻ അവളെ ചേർത്തുപിടിച്ചു. ഞാൻ സെർസിയെ കൊല്ലാനാണ് വന്നത്. പക്ഷേ നിന്റെ രാജ്ഞി എനിക്ക് മുൻപേ അവിടെ എത്തി, ആര്യ പരിഹാസത്തോടെ പറഞ്ഞു. ഒരു നെടുവീർപ്പോടെ ജോൺ പറഞ്ഞു. അവളിപ്പോൾ എല്ലാവരുടെയും രാജ്ഞിയാണ്. അവർ രണ്ടുപേരും ഡാനറിസ് നടന്നുപോകുന്നത് നോക്കിനിന്നു. നഗരത്തിന്റെ ഗേറ്റുകൾക്ക് പുറത്തു നിൽക്കൂ, ഞാൻ അവിടേക്ക് വരാം, ജോൺ അവളോട് പറഞ്ഞു. ജോൺ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ആര്യ അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഡോൺ, നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവൾക്കറിയാം. അവൾക്കെന്നും നീയൊരു ഭീഷണിയായിരിക്കും. മാത്രമല്ല, ഒരു കൊലയാളിയെ കണ്ടാൽ എനിക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ആര്യ അവന് മുന്നറിയിപ്പ് നൽകി. അതിന് മറുപടി പറയാതെ ജോൺ അവിടെ നിന്നും കിങ്സ് ലാൻഡിങ്ങിന്റെ താഴത്തെ നിലകളിലേക്കുള്ള പടവുകളിറങ്ങി. ഒരു അൺസലൈഡ് സൈനികൻ അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. പടവുകളുടെ താഴെ നിൽക്കുന്ന 2 ഗാർഡുകളെ അവൻ നോക്കി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട വാളായ ലോങ് ക്ലോ അവൻ ഗാർഡിനെ ഏൽപ്പിച്ചു. അവൻ മുന്നോട്ടു നടന്നു. ഒരു അൺസലൈഡ് സൈനികൻ വലിയൊരു ഇരുമ്പുവാതിൽ തുറന്നുകൊടുത്തു. ജോൺ ആ ഇരുണ്ട അറയിലേക്ക് കടന്നു. പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ മുറിയായിരുന്നു അത്. അവിടെ തറയിൽ ഒരു തടികൊണ്ടുള്ള കൂടിനരികിൽ ചാരിയിരിക്കുകയായിരുന്നു ടീരിയൻ. നമ്മുടെ രാജ്ഞി തടവുകാരെ അധികകാലം ജീവനോടെ വെക്കാറില്ലല്ലോ. ഇതൊരു തരം നീതിയാണെന്ന് കരുതാം. ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ചതിച്ചു. അവൻ തീയിൽ എരിയുന്നത് ഞാൻ നോക്കി നിന്നു. ഇപ്പോൾ വാരിസിന്റെ ചിതാഭസ്മത്തിന് എന്റെ ചിതാഭസ്മത്തോട് പറയാമല്ലോ. കണ്ടോ, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ എന്ന്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ വിധി എന്താണെന്നറിയാവുന്ന ഒരേയൊരു വ്യക്തിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ജോൺ ഒന്നും പറയാതെ ഒരു നെടുവീർപ്പിട്ടു. ഞാൻ എന്റെ കാമുകിയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. സ്വന്തം അച്ഛനെ അമ്പെയ്തു കൊന്നു. ഇപ്പോൾ എന്റെ രാജ്ഞിയെയും ഞാൻ ചതിച്ചു. ടീരിയൻ വിഷമത്തോടെ പറഞ്ഞു. നീ ചതിച്ചിട്ടില്ല. ജോൺ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ചതിച്ചു. ഞാൻ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഞാൻ അതുതന്നെ ചെയ്യും. ഞാൻ എന്റെ വിധി സ്വയം തിരഞ്ഞെടുത്തതാണ്. പക്ഷെ കിങ്സ് ലാൻഡിങ്ങിലെ ജനങ്ങൾ അവരുടെ വിധി തിരഞ്ഞെടുത്തവരല്ല, ടീരിയൻ ഉറപ്പിച്ചു പറഞ്ഞു. നടന്നതൊന്നും എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ അതിന് ശ്രമിക്കുന്നുമില്ല. പക്ഷേ ഇപ്പോൾ യുദ്ധം അവസാനിച്ചല്ലോ, ജോൺ പറഞ്ഞു. അവസാനിച്ചോ? അവൾ അവളുടെ സൈനികരോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച ഒരാളെപ്പോലെയാണോ നിനക്ക് തോന്നിയത്? ടീരിയൻ എഴുന്നേറ്റ് ജോണിന്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു. അവൾ സ്ലേവേഴ്സ് ബേയിലെ ജനങ്ങളെ മോചിപ്പിച്ചു. കിങ്സ് ലാൻഡിങ്ങിലെ ജനങ്ങളെയും മോചിപ്പിച്ചു. ഈ ലോകം മുഴുവൻ സ്വതന്ത്രരാകുന്നതുവരെ അവൾ ഈ വിമോചനം തുടരും. അവസാനം അവൾ എല്ലാവരെയും ഭരിക്കും. വാരിസ് പറഞ്ഞതാണ് ശരി. എനിക്ക് തെറ്റുപറ്റി. എനിക്ക് അവളെ നേർവഴിക്ക് നയിക്കാൻ കഴിയും എന്ന് കരുതിയത് എന്റെ അഹങ്കാരമായിരുന്നു. നമ്മുടെ രാജ്ഞിയുടെ പ്രകൃതം തീയും ചോരയുമാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ സ്വഭാവം നമ്മളിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണോ നീ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനും തീയും ചോരയും തന്നെയാണല്ലോ. നിങ്ങൾ ടൈവിൻ ലാനിസ്റ്റർ അല്ലാത്തതുപോലെ അവൾ അവളുടെ പിതാവുമല്ല, ജോൺ അവളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ അച്ഛൻ ഒരു ദുഷ്ടനായിരുന്നു. എന്റെ സഹോദരിയും അങ്ങനെ തന്നെ. അവർ രണ്ടുപേരും കൂടി കൊന്നൊടുക്കിയവരുടെ മൃതദേഹങ്ങൾ ഒന്നിച്ചു ചേർത്തുവച്ചാൽ പോലും നമ്മുടെ ഈ സുന്ദരിയായ രാജ്ഞി ഒറ്റ പകൽ കൊണ്ട് വരുത്തിവെച്ച കൂട്ടക്കുരുതിയോളം വരില്ല. കടുത്ത അമർഷത്തോടെ ടീരിയൻ പ്രതികരിച്ചു. സെർസി അവൾക്ക് മറ്റൊരു വഴിയും നൽകിയിരുന്നില്ല. ജോൺ മറുപടി നൽകി.
കോട്ടവാതിലുകൾ തകർന്നു വീണ ആ നിമിഷം തന്നെ യുദ്ധം കഴിഞ്ഞിരുന്നു, ടീരിയൻ ഓർമ്മിപ്പിച്ചു. സ്വന്തം തോഴിയുടെ തല വെട്ടുന്നത് അവൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. തന്റെ ഡ്രാഗണെ അവർ ആകാശത്തുവെച്ച് അമ്പെയ്തു കൊല്ലുന്നതും അവൾ നേരിൽ കണ്ടതാണ്, ജോൺ വീണ്ടും വാദിച്ചു. അതിനർത്ഥം ഒരു നഗരത്തെ മുഴുവൻ ചുട്ടരിക്കാം എന്നാണോ? ടീരിയൻ ചോദിച്ചു. യുദ്ധക്കളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയും, ജോൺ പറഞ്ഞു. നീയായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? ടീരിയൻ ജോണിന്റെ കണ്ണുകളിലേക്ക് തുളച്ചുകയറുന്ന നോട്ടത്തോടെ ചോദിച്ചു. നീയും ആ ഡ്രാഗണിന്റെ പുറത്ത് പറന്നിട്ടുള്ളതല്ലേ? ആ അപാരമായ ശക്തി എന്താണെന്ന് നിനക്കുമറിയാം. നിന്റെ കയ്യിലായിരുന്നു ആ ശക്തിയെങ്കിൽ നീ ആ നഗരം ചുട്ടിരിക്കുമായിരുന്നോ? എനിക്കറിയില്ല, ജോൺ നോട്ടം മാറ്റി. നിനക്കറിയാം, രാജ്ഞിയോടുള്ള വഞ്ചനയാകുമെന്ന് ഭയന്നിട്ടാണ് നീയത് തുറന്നു പറയാത്തത്. പക്ഷേ സത്യം നിനക്കറിയാം, ടീരിയൻ ഊന്നിപ്പറഞ്ഞു. ഞാൻ എന്തു ചെയ്യുമായിരുന്നു എന്നത് ഇപ്പോൾ എന്തിനാണ് ഇത്ര കാര്യമാക്കുന്നത്? ജോൺ ചോദിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആസ്റ്റപോറിലെ അടിമക്കച്ചവടക്കാരെ അവൾ കൊന്നൊടുക്കിയപ്പോൾ ആരും പരാതി പറഞ്ഞില്ല, കാരണം അവർ നീചന്മാരായിരുന്നു. മീറീനിലെ നൂറുകണക്കിന് പ്രഭുക്കന്മാരെ കുരിശിലേറ്റിയപ്പോൾ ആരെതിർക്കാൻ? അവരും ദുഷ്ടന്മാരായിരുന്നു. അവൾ ജീവനോടെ ചുട്ടരിച്ച ഡോത്രാക്കി നേതാക്കളോ? അവർ അവളോട് ഇതിലും വലിയ ക്രൂരതകൾ ചെയ്യുമായിരുന്നില്ലേ? അങ്ങനെ അവൾ പോകുന്നിടത്തൊക്കെ ദുഷ്ടന്മാർ കൊല്ലപ്പെടുന്നു, നമ്മൾ അവൾക്കുവേണ്ടി ആർത്തുവിളിക്കുന്നു. ഓരോ തവണയും അവൾ കൂടുതൽ കരുത്താർജിക്കുകയാണ്. താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നവൾ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു മികച്ച ലോകം സൃഷ്ടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അവൾ കരുതുന്നു. അങ്ങനെയൊരു സ്വർഗം പണിയാൻ വേണ്ടി അതിനിടയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും നീ കൊന്നൊടുക്കുമോ? ആ വാക്കുകൾ ജോണിനെ വല്ലാതെ ഉലച്ചുകളഞ്ഞു. ദീർഘമായി ഒന്ന് ശ്വാസമെടുത്ത് അവനവിടെ ഇരുന്നുപോയി. ടീരിയൻ പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. നിനക്കവളെ ജീവനാണെന്ന് എനിക്കറിയാം. ഞാനും അവളെ സ്നേഹിച്ചിരുന്നു. നിന്റെ അത്രയും ഇല്ലെങ്കിലും ഞാനും പൂർണ്ണമായി അവളെ വിശ്വസിച്ചു. പക്ഷേ യുക്തിചിന്തകളേക്കാൾ വലുതാണ് സ്നേഹം എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്റെ സഹോദരന്റെ കാര്യം തന്നെ നോക്കൂ. ഇത്രയും പറഞ്ഞിട്ട് ടീരിയൻ തിരിഞ്ഞു നടന്നു. സ്നേഹമാണ് കടമയുടെ മരണം, ജോൺ പതുക്കെ പറഞ്ഞു. ടീരിയൻ പെട്ടെന്ന് തിരിഞ്ഞുനിന്ന് അത്ഭുതത്തോടെ അവനെ നോക്കി. ഇത് നീ തന്നെ സ്വന്തമായി ആലോചിച്ചു കണ്ടുപിടിച്ചതാണോ? ജോൺ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അല്ല, വർഷങ്ങൾക്ക് മുൻപ് മേസ്റ്റർ ഏമൺ എന്നോട് പറഞ്ഞതാണ്. ചിലപ്പോൾ കടമ എന്നത് സ്നേഹത്തിന്റെ മരണമായിരിക്കും. മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുന്ന പരിചയാണ് നീ. എന്ത് വില കൊടുത്തും നീ ശരിയായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. ആളുകളെ സംരക്ഷിക്കാൻ നീ എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾക്ക് ഏറ്റവും വലിയ ഭീഷണി ആരാണ്? ടീരിയൻ ചോദിച്ചു. ടീരിയന്റെ വാക്കുകൾ അവനെ വല്ലാതെ ചിന്തിപ്പിച്ചു. വളരെ ഭയാനകമായൊരു കാര്യമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ അതാണ് ശരിയായ കാര്യം. അവൾ കൊല്ലാൻ പോകുന്ന അവസാനത്തെ വ്യക്തി ഞാനായിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇരുമ്പ് സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശിയേക്കാൾ വലിയൊരു ഭീഷണി അവൾക്ക് വേറെ ആരുണ്ട്? ജോൺ ഒരു നടുക്കത്തോടെ ശ്വാസമെടുത്ത് പുറത്തുവിട്ടു. അവൻ സാവധാനം എഴുന്നേറ്റു. അത് അവളുടെ തീരുമാനമാണ്. അവളാണ് രാജ്ഞി. ജോൺ തന്റെ വികാരം മറച്ചുവെക്കാൻ ശ്രമിച്ചു. അവൻ ടീരിയന്റെ തോളിൽ കൈവച്ചു. എല്ലാം ഇങ്ങനെയായതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്. ജോൺ തിരിഞ്ഞു വാതിലിനടുത്തേക്ക് നടന്നു. നിന്റെ സഹോദരിമാരോ? അവർ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ സഹോദരിമാർ സിംഹാസനത്തോട് വിശ്വസ്തരായിരിക്കും, ജോൺ തറപ്പിച്ചു പറഞ്ഞു. നിന്നെക്കുറിച്ചുള്ള ആ സത്യം സാൻസ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഡാനി ഈ രാജ്യത്തിന്റെ രാജ്ഞിയാകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അത് അവളല്ല തീരുമാനിക്കേണ്ടത്, ജോൺ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് നീയാണ്. നീയിപ്പോൾ തന്നെ അതൊരു തീരുമാനമെടുക്കണം. പുറത്ത് വാതിലിന്റെ താക്കോലുകൾ കിലുങ്ങുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറക്കപ്പെട്ടു. ഗാർഡ് നേരെ നിന്നു. ജോൺ ഒന്ന് ചിന്തിച്ചു നിന്നിട്ട് വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ജോൺ കിങ്സ് ലാൻഡിങ്ങിന്റെ കമാനങ്ങളിലൂടെ അസ്വസ്ഥനായി നടന്നു. ഇരുവശങ്ങളിലും അൺസലീഡ് സൈനികർ കാവൽ നിൽപ്പുണ്ടായിരുന്നു. നഗരത്തിലെ തുറസായ മുറ്റത്ത് ഇപ്പോൾ മഞ്ഞ് വീഴാൻ തുടങ്ങിയിരുന്നു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ വെളുത്ത മഞ്ഞ് ഒരു പുതപ്പുപോലെ കിടക്കുന്നു. മങ്ങിയ ആകാശത്തു നിന്നും വീണ്ടും മഞ്ഞ് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. റെഡ് കീപ്പിലേക്ക് പോകുന്ന ഒരു പാതയിലൂടെ ജോൺ നടന്നു. അവൻ നടന്നുവരുമ്പോൾ അവനു മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ മഞ്ഞുമല പെട്ടെന്ന് ഇളകാൻ തുടങ്ങി. അതിനു മുകളിലുണ്ടായിരുന്ന മഞ്ഞ് താഴേക്ക് വീണു. അത് വെറുമൊരു മഞ്ഞുമലയായിരുന്നില്ല, മറിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന ഡ്രാഗണായിരുന്നു. ഡ്രാഗൺ മെല്ലെ ഉണർന്നു. ഒരു മുരൾച്ചയോടെ അവൻ ജോണിനെ മണത്തുനോക്കി. ആ വലിയ ഭീകരജീവിയുടെ മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ ജോൺ അനങ്ങാതെ നിന്നു. ഡ്രോഗോൺ പതുക്കെയൊന്ന് മുരണ്ടിട്ട് അവനെ കടന്നുപോകാൻ അനുവദിച്ചു. ജോൺ ആ ഇരുണ്ട വഴിയിലൂടെ മുന്നോട്ടു നടന്നു. പകുതി തകർന്ന സിംഹാസന മുറിയിലേക്ക് ഇരുളിൽ നിന്നും ഡാനറിസ് നടന്നുവന്നു. അവിടെ നടുവിലായി വാളുകൾ കൊണ്ട് നിർമ്മിച്ച ആ ഇരുമ്പ് സിംഹാസനം കേടുപാടുകൾ കൂടാതെ നിൽപ്പുണ്ടായിരുന്നു. ചുറ്റും പൊടിയും മഞ്ഞും വീണുകിടക്കുന്നു. റെഡ് കീപ്പിന്റെ ഭിത്തികൾ തകർന്നതിനാൽ ആ മുറിയിൽ നിന്നും പുറത്തെ ആകാശം കാണാമായിരുന്നു. തണുത്ത കാറ്റും മഞ്ഞും ആ മുറിക്കുള്ളിലേക്ക് നേരിട്ട് അടിച്ചു കയറി. ഡാനറിസ് അല്പനേരം നിന്നിട്ട് ആ സിംഹാസനത്തിനടുത്തേക്ക് നടന്നു. താൻ ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ട ആ സിംഹാസനത്തിന്റെ പടവുകൾ അവൾ കയറി. ആ സിംഹാസനം നിർമ്മിക്കാൻ ഉപയോഗിച്ച വാളുകളിലൊന്നിന്റെ പിടിയിൽ അവൾ പതുക്കെ തൊട്ടു.
ഒരു നേർത്ത പുഞ്ചിരിയോടെ തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ അഭിമാനം അവൾ ആസ്വദിച്ചു. അവൾ തിരിഞ്ഞ് ആ വലിയ മുറിയുടെ വാതിലിന് നേരെ നോക്കി. അതേ വാതിലിലൂടെ ജോൺ അകത്തേക്ക് നടന്നുവരുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അവളുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിടർന്നു. തന്റെ വിജയത്തിന്റെ സന്തോഷം അവനുമായി പങ്കിടാൻ അവൾ പടവുകളിറങ്ങി അവന്റെ അടുത്തേക്ക് വന്നു. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏഗോൺ തോൽപ്പിച്ച ശത്രുക്കളുടെ 1000 വാളുകൾ കൊണ്ടാണ് ഈ സിംഹാസനമുണ്ടാക്കിയതെന്ന്. 20 വരെ പോലും എണ്ണാനറിയാത്ത ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ 1000 വാളുകൾ എന്നത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. കയറാൻ പറ്റാത്ത അത്ര വലിയൊരു വാളുകളുടെ മലയാണ് ഞാൻ സങ്കൽപ്പിച്ചത്. എത്രയെത്ര ശത്രുക്കൾ! താഴെ നിന്നാൽ ഏഗോണിന്റെ കാൽപാദം മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ, അവൾ വലിയ ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ ജോണിന്റെ ഉള്ളിൽ കൊടും കോപമായിരുന്നു. പുറത്തു തെരുവിൽ വെച്ച് ലാനിസ്റ്റർ തടവുകാരെ അവർ കൊല്ലുന്നത് ഞാൻ കണ്ടു. അത് നിങ്ങളുടെ കൽപ്പന പ്രകാരമാണെന്നാണ് അവർ പറഞ്ഞത്. ജോൺ ദേഷ്യം അടക്കിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ജോണിന്റെ ദേഷ്യം കണ്ട് അവളുടെ ഭാവം മാറി. അവൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അത് അനിവാര്യമായിരുന്നു, അവൾ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. അനിവാര്യമോ? താങ്കൾ ആ തെരുവുകളിലേക്ക് പോയിരുന്നോ? താങ്കൾ ആ കാഴ്ചകൾ കണ്ടോ? കൊച്ചുകുട്ടികൾ തീയിൽ വെന്തുരുകി മരിച്ചു. ജോൺ പൊട്ടിത്തെറിച്ചു. ഞാൻ സെർസയുമായി സമാധാനത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ജനങ്ങളുടെ നിസ്സഹായത അവൾ എനിക്കെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിച്ചു. എന്നെ തളർത്താമെന്നാണ് അവൾ കരുതിയത്, ഡാനറിസ് ന്യായീകരിച്ചു. അപ്പോൾ ടീരിയൻ? ജോൺ ചോദിച്ചു. അവൻ എന്റെ ശത്രുക്കളുമായി രഹസ്യമായി ഗൂഢാലോചന നടത്തി. നിന്നെ ചതിച്ചവരോട് നീ എങ്ങനെയാണ് പെരുമാറിയത്? അത് നിന്റെ ഹൃദയം തകർത്തപ്പോൾ പോലും നീ എന്താ ചെയ്തത്? അവൾ മറുചോദ്യം ചോദിച്ചു. അവനോട് ക്ഷമിക്കണം, ജോൺ യാചിച്ചു. എനിക്കാവില്ല, അവൾ തീർത്തു പറഞ്ഞു. നിങ്ങൾക്ക് കഴിയും. അവർക്കെല്ലാവർക്കും മാപ്പ് നൽകാൻ നിങ്ങൾക്ക് കഴിയും. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ, ജോൺ വളരെ പ്രതീക്ഷയോടെ പറഞ്ഞു. എന്നാൽ ഡാനറിസ് അതിനു യാതൊരു മറുപടിയും നൽകിയില്ല. അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ദയവായി ഡാനി, ജോൺ വീണ്ടും അപേക്ഷിച്ചു. ചെറിയ ചെറിയ കരുണകൾക്ക് പിന്നിൽ നമുക്ക് ഒളിക്കാൻ കഴിയില്ല. നമുക്കാവശ്യമുള്ള ഈ പുതിയ ലോകം പഴയ ലോകത്തോട് കൂറുള്ളവരെ വെച്ച് നിർമ്മിക്കാൻ കഴിയില്ല. അവൾ തന്റെ ലക്ഷ്യം വ്യക്തമാക്കി. നമുക്ക് വേണ്ടത് കരുണയുള്ള ഒരു ലോകമാണ്. അങ്ങനെ തന്നെയായിരിക്കണം, ജോൺ കണ്ണുനീരോടെ പറഞ്ഞു. അവൾ വളരെ സ്നേഹത്തോടെ അവന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ തന്നെയാകും. ഇന്നുവരെ കാണാത്തൊരു നല്ല കാര്യം സങ്കൽപ്പിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടാണ്. ഒരു മികച്ച ലോകം, അവൾ സ്വപ്നം കാണുന്നതുപോലെ പറഞ്ഞു. നിങ്ങൾക്കെങ്ങനെ അറിയാം? അത് നല്ലതായിരിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? അവൻ ചോദിച്ചു. കാരണം എന്താണ് നല്ലത് എന്നെനിക്കറിയാം. നിനക്കും അതറിയാം, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. എനിക്കറിയില്ല, അവൻ നിസ്സഹായനായി പറഞ്ഞു. നിനക്കറിയാം. നിനക്കെപ്പോഴും അതറിയാമായിരുന്നു. അവൾ അവനെ ചേർത്തുപിടിച്ചു. അപ്പോൾ ബാക്കിയുള്ളവരോ? എന്താണ് നല്ലതെന്ന് അറിയാമെന്ന് കരുതുന്ന ബാക്കിയുള്ള ജനങ്ങളോ? അവൻ ചോദിച്ചു. അതവർ തീരുമാനിക്കേണ്ട കാര്യമില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ ഇറുകെ പുണർന്നു. എന്റെ കൂടെ നിൽക്കൂ. എന്നോടൊപ്പം ഈ പുതിയ ലോകം പടുത്തുയർത്താൻ സഹായിക്കൂ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യം മുതൽക്കേ അങ്ങനെ തന്നെയായിരുന്നു. നീ വെറുമൊരു ബാസ്റ്റാർഡ് പേരുള്ള കൊച്ചുകുട്ടിയായിരുന്ന കാലം തൊട്ടും എനിക്ക് 20 വരെ എണ്ണാൻ അറിയാതിരുന്ന കാലം തൊട്ടും നമ്മളിത് ഒരുമിച്ച് ചെയ്യും. നമ്മൾ ഒരുമിച്ച് ആ കാലചക്രം തകർക്കും. അവളുടെ വാക്കുകളിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. ജോൺ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. അവന്റെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. താങ്കളാണ് എന്റെ രാജ്ഞി. ഇപ്പോഴും എപ്പോഴും ജോൺ പറഞ്ഞ വാക്കുകളിൽ അവന്റെ സങ്കടം മുഴുവനുമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം ചുംബിച്ചു. ആ നിമിഷം ആ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രണയമായിരുന്നു അവിടെ കണ്ടത്. പക്ഷേ അപ്രതീക്ഷിതമായി ചുംബിക്കുന്നതിനിടയിൽ ജോൺ തന്റെ വലതുകൈ മുന്നോട്ട് ആഞ്ഞുവീശി. അവൻ ശക്തിയായി ശ്വാസമെടുത്ത് ആ കഠാര നേരെ അവളുടെ ഹൃദയത്തിലേക്കിറക്കി. അവരുടെ ചുണ്ടുകൾ വേർപെട്ടു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഡാനറിസ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. തന്റെ നെഞ്ചിൽ തറഞ്ഞിരിക്കുന്ന ആയുധത്തിലേക്ക് അവൾ നോക്കി. എന്നിട്ട് തിരികെ ജോണിന്റെ കണ്ണുകളിലേക്ക്. ചതിക്കപ്പെട്ടതിന്റെ വലിയൊരു നടുക്കം ആ കണ്ണുകളിൽ കാണാമായിരുന്നു. വേദനയോടെ അവൾ പിന്നിലേക്ക് വീഴാൻ പോയി. എന്നാൽ ജോൺ തന്റെ ഇരുകൈകളും കൊണ്ട് അവളെ താങ്ങി നിർത്തി. കടുത്ത വേദനയിലും അവിശ്വസനീയതയിലും അവളുടെ കണ്ണുകൾ തുറച്ചുനിന്നു. അവളുടെ ചുണ്ടിലൂടെയും മൂക്കിലൂടെയും ചോര ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കണ്ണുകളിലെ ജീവൻ അണഞ്ഞു. അവൾ മരിച്ചു. ജോൺ നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങി. തന്റെ പ്രാണനേക്കാൾ താൻ സ്നേഹിച്ചവളെ സ്വന്തം കൈകൊണ്ട് കൊല്ലേണ്ടി വന്നതിന്റെ ദുഃഖം അവനെ തളർത്തി. തന്റെ പ്രിയപ്പെട്ടവളുടെ മൃതദേഹം അവൻ മാറോട് ചേർത്തുപിടിച്ചു. പെട്ടെന്ന് ദൂരെ നിന്നും ഡ്രോഗോണിന്റെ ഹൃദയഭേദകമായ അലർച്ച കേട്ടു. ആ ഡ്രാഗൺ സിംഹാസനമുറിക്ക് മുകളിലൂടെ പറന്ന് തിരികെ വന്നു. സങ്കടത്തോടെ മുരണ്ടുകൊണ്ട് അവൻ ജോണിന്റെയും ഡെനേറിസിന്റെയും അടുത്തേക്ക് ഇഴഞ്ഞുവന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാത്ത ആശയക്കുഴപ്പത്തോടെ അവൻ അവളെ മണത്തുനോക്കി. ജോൺ വളരെ സാവധാനം ഡെനേറിസിന്റെ ശരീരം മഞ്ഞു വീണുകിടക്കുന്ന ആ തറയിൽ കിടത്തി. പിന്നിൽ നിന്നും ഡ്രാഗൺ മുരണ്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ജോൺ എഴുന്നേറ്റ് ആ ഡ്രാഗണിന് അഭിമുഖമായി നിന്നു. ഡ്രോഗോൺ തന്റെ തലകൊണ്ട് ഡെനേറിസിനെ പതുക്കെ തട്ടിവിളിച്ചു.
അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ വീണ്ടും തന്റെ താടി കൊണ്ട് ശക്തിയായി അവളെ തട്ടി. തന്റെ അമ്മ മരിച്ചുവെന്ന് ആ മൃഗത്തിന് മനസ്സിലായി. അതികഠിനമായ വേദനയോടെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി ആകാശത്തോളം ഉയർന്നു. അവൻ നേരെ ജോണിനെ നോക്കി. പല്ലുകൾ കാണിച്ച് അവൻ അലറാൻ തുടങ്ങി. അവൻ പിന്നിലേക്കാഞ്ഞു ആകാശത്തേക്ക് നോക്കി ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിൽ അലറി. തന്നെ ചുട്ടരിക്കാൻ പോവുകയാണെന്നുറപ്പിച്ചുകൊണ്ട് ജോൺ മരണത്തെ നേരിടാൻ തയ്യാറായി നിന്നു. ഡ്രോഗോൺ തന്റെ വായിൽ നിന്നും വലിയൊരു തീജ്വാല പുറത്തുവിട്ടു. എന്നാൽ അത് ജോണിന് നേരെയായിരുന്നില്ല. ജോണിന്റെ തലയ്ക്ക് തൊട്ടുമുകളിലൂടെ ആ തീജ്വാല കടന്നുപോയി സിംഹാസനത്തിനു ചുറ്റുമുള്ള ഭിത്തികൾ കത്തിയിരുന്നു. അവൻ ഒരു നിമിഷം നിർത്തി ദീർഘമായി ശ്വാസമെടുത്തിട്ട് തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് ആ ഇരുമ്പ് സിംഹാസനത്തിലേക്ക് തീ തുപ്പി. ആരും കൊതിക്കുന്ന ആ അധികാരം അങ്ങനെ എന്നേക്കുമായി ഇല്ലാതായി. ഉരുകിയൊലിക്കുന്ന ആ സിംഹാസനത്തെ ജോൺ അത്ഭുതത്തോടെ നോക്കിനിന്നു. ഡ്രോഗോൺ വീണ്ടും ഡാനേറസിന്റെ അടുത്തേക്ക് വന്നു. അവൻ വളരെ സ്നേഹത്തോടെ തന്റെ കാലുകൾക്കിടയിൽ അവളെ കോരിയെടുത്തു. ആ സിംഹാസനത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെ അവൻ ആകാശത്തേക്ക് പറന്നുയർന്നു. അവസാനമായി സങ്കടത്തോടെ ഒന്ന് അലറിയിട്ട് അവൻ ദൂരേക്ക് പറന്നകന്നുപോയി. കുറച്ചുനാളുകൾക്കു ശേഷം താഴെ ഇരുണ്ട അറയിൽ തന്റെ വിധി കാത്ത് ടീരിയൻ കിടക്കുകയാണ്. അവൻ ഒരുപാട് മെലിഞ്ഞിരുന്നു. താടിയും മുടിയും വളർന്നു നീണ്ടിട്ടുണ്ട്. പെട്ടെന്ന് പുറത്തുകാലൊച്ചകൾ കേട്ടു. വാതിൽ തുറക്കപ്പെട്ടു. 2 അൺസലീഡ് സൈനികർക്കൊപ്പം ഗ്രേവം അകത്തേക്ക് വന്നു. കൈകളിൽ ചങ്ങലയുമായി ടീരിയൻ പുറത്തേക്ക് നടന്നു. ചുറ്റും പ്രകാശമുള്ള ഒരു കമാനത്തിലൂടെ അവർ നടന്നു നീങ്ങി. ഗ്രേവം അവനെ ഡ്രാഗൺ പിറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ അവനെ കാത്ത് വലിയൊരു വിധി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ നടന്ന് ഡ്രാഗൺ പിറ്റിന്റെ വലിയ കവാടത്തിലേക്ക് എത്തിച്ചേർന്നു. ഒരു കാലത്ത് മഹാന്മാരായ ഡ്രാഗണുകളെ പാർപ്പിച്ചിരുന്ന ആ വലിയ കാവൽപ്പുരയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നടുവിലായി കെട്ടിയുണ്ടാക്കിയ വലിയൊരു കൂടാരത്തിനു താഴെ വെസ്റ്ററോസിലെ അവശേഷിക്കുന്ന പ്രഭുക്കന്മാരും പ്രഭുകളും വട്ടത്തിലിരിപ്പുണ്ടായിരുന്നു. അവരുടെ മുഖങ്ങളിൽ ഭയവും ആശങ്കയും നിഴലിച്ചിരുന്നു. സാമും ആരുമറിയാത്ത ഒരു റിവർലാൻഡ്സ് ലോർഡും എഡ്മ്യൂർ ടല്ലിയും ആര്യയും ബ്രാൻ സ്റ്റാർക്കും സാൻസ സ്റ്റാർക്കും സർ ബ്രിയൻ ഓഫ് ടാർത്തും ഡാവോസും ജെൻട്രി ബരാത്തിയോനും വെയിലിലെ മറ്റൊരു പ്രഭുവും ഐറൺബോൺ ലോർഡും യാറ ഗ്രേജോയും ഡോണിഷ് പ്രിൻസും പിന്നെ റോബിൻ ആരിനും മെയ്സ്റ്ററും യോൺ റോയ്സും അവിടെയുണ്ടായിരുന്നു. അവരെല്ലാവരും ദേഷ്യത്തോടെയും വെറുപ്പോടെയും തന്നെ നോക്കുന്നത് കണ്ട ടീരിയൻ കടുത്ത കുറ്റബോധത്തോടെ തല താഴ്ത്തി. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കടുത്ത ദേഷ്യത്തോടെ സാൻസ ചോദിച്ചു, ജോൺ എവിടെ? യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഗ്രേവം പറഞ്ഞു, അവൻ ഞങ്ങളുടെ തടവുകാരനാണ്. ലോർഡ് ടീരിയനും അങ്ങനെ തന്നെയാണ്. ഇവർ രണ്ടുപേരെയും ഈ സഭയ്ക്കു മുന്നിൽ കൊണ്ടുവരണമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്? സാൻസ വീണ്ടും ചോദിച്ചു. അതിനൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സ്വരത്തിൽ ഗ്രേവം പറഞ്ഞു, ഞങ്ങളുടെ തടവുകാരെ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ നഗരം ഇപ്പോൾ ഞങ്ങളുടേതാണ്. സഹോദരനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്ന സാൻസ അവന് നേരെ തിരിഞ്ഞു പറഞ്ഞു, നിങ്ങളുടെ ഈ നഗരത്തിന്റെ മതിലുകൾക്ക് പുറത്തേക്കൊന്നു നോക്കൂ. ആയിരക്കണക്കിന് വടക്കൻ സൈനികർ അവിടെയുണ്ട്. ജോൺ സ്നോയെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് അവർ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും. അത് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് അൺസല്ലീഡ് സൈനികരെയും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഗ്രേവം ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. പെട്ടെന്ന് യാറ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ചിലർ പെട്ടെന്ന് ക്ഷമിക്കുന്നവരായിരിക്കാം. എന്നാൽ അയൺബോൺ അങ്ങനെയല്ല. ഡാനേറിസ് ടാർഗേറിയനെ പിന്തുടരുമെന്ന് ഞാൻ സത്യം ചെയ്തതാണ്. ഒരു സ്വേച്ഛാധിപതിയെ പിന്തുടരുമെന്നാണ് നിങ്ങൾ സത്യം ചെയ്തത്, സാൻസ പുച്ഛത്തോടെ പറഞ്ഞു. അവൾ ഞങ്ങളെ ഒരു സ്വേച്ഛാധിപതിയിൽ നിന്നാണ് മോചിപ്പിച്ചത്. അവൾ കാരണമാണ് സെർസി ഇല്ലാതായത്. എന്നിട്ട് ജോൺ സ്നോ അവളുടെ ഹൃദയത്തിൽ തന്നെ കഠാരയിറക്കി. അവൻ അർഹിക്കുന്നതെന്താണോ അത് അൺസലീഡ് അവന് നൽകട്ടെ, യാറ ദേഷ്യത്തോടെ പ്രതികരിച്ചു. ഇതു കേട്ടതും തന്റെ ഇരിപ്പിടത്തിൽ നിന്നും മുന്നോട്ടാഞ്ഞുകൊണ്ട് ആര്യ വളരെ പരുഷമായി പറഞ്ഞു, എന്റെ സഹോദരനെ കൊല്ലുന്നതിനെപ്പറ്റി ഒരക്ഷരം കൂടി മിണ്ടിയാൽ ഞാൻ നിന്റെ കഴുത്തറുക്കും. അന്തരീക്ഷം വീണ്ടും യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന് മനസ്സിലാക്കിയ ഡാവോസ് വേഗത്തിൽ എഴുന്നേറ്റു നിന്നു. സുഹൃത്തുക്കളെ, ദയവായി സമാധാനിക്കൂ. നമ്മൾ പരസ്പരം കഴുത്തറുക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. തോർഗുനുധോ, ഞാൻ പറഞ്ഞത് ശരിയാണോ? ഡാവോസ് വളരെ ശാന്തമായി ചോദിച്ചു. എന്നാൽ ഗ്രേവം യാതൊരു മറുപടിയും നൽകിയില്ല. നിങ്ങളും നിങ്ങളുടെ സൈനികരും ഇല്ലായിരുന്നെങ്കിൽ മരിച്ചവരുമായുള്ള യുദ്ധത്തിൽ നമ്മൾ തോൽക്കുമായിരുന്നു. ഒരിക്കലും തിരിച്ചു നൽകാൻ കഴിയാത്ത വലിയൊരു കടപ്പാട് ഈ രാജ്യത്തിന് നിങ്ങളോടുണ്ട്. പക്ഷെ ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ. റീച്ചിൽ ധാരാളം സ്ഥലമുണ്ട്. നല്ല മണ്ണാണ്. അവിടെ ജീവിച്ചിരുന്നവരൊക്കെ ഇല്ലാതായി. നിങ്ങളത് സ്വന്തമാക്കിക്കോളൂ. അൺസല്ലൈഡ് സൈനികരെ നിങ്ങളുടെ സ്വന്തം ആളുകളാക്കി നിങ്ങളുടെ സ്വന്തം രാജവംശം അവിടെ തുടങ്ങിക്കോളൂ. നമ്മൾ ഇതിനൊരു പുതിയ വഴി കണ്ടെത്തേണ്ടതുണ്ട്, ഡാവോസ് അപേക്ഷിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ തന്റെ പകയിൽ നിന്നും അല്പം പോലും പിന്നോട്ടു മാറാൻ തയ്യാറല്ലാത്ത ഭാവത്തിൽ ഗ്രേവം പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതിഫലമൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടത്. ജോൺ സ്നോയെ വെറുതെ വിടാൻ കഴിയില്ല. നിരാശയോടെ ഡാവോസ് തിരികെയിരുന്നു.
അപ്പോൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ നിന്നിരുന്ന ടീരിയൻ പറഞ്ഞു, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. നിനക്കിവിടെ സംസാരിക്കാൻ അനുവാദമില്ല. നീ പറഞ്ഞ വാക്കുകളൊക്കെ എല്ലാവരും ഒരുപാട് കേട്ടുകഴിഞ്ഞു. ഗ്രേവം അവനെ നോക്കി അലറി. ടീരിയൻ തന്റെ തെറ്റുകൾ അംഗീകരിക്കുന്നതുപോലെ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമുണ്ടായില്ല. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. ജോൺ തന്റെ കുറ്റകൃത്യം ചെയ്തത് ഇവിടെ വെച്ചാണ്. അവന്റെ വിധി തീരുമാനിക്കേണ്ടത് നമ്മുടെ രാജാവാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്ഞി. നമുക്കൊരു രാജാവോ രാജ്ഞിയോ ഇല്ല, യോൺറോയ്സ് അവിശ്വസനീയതയോടെ പറഞ്ഞു. വെസ്റ്ററോസിലെ ഏറ്റവും ശക്തരായ ആളുകളാണ് നിങ്ങൾ. ഒരാളെ തെരഞ്ഞെടുക്കൂ. ടീരിയൻ സഭയിലുള്ള എല്ലാവരെയും നോക്കി പറഞ്ഞു. ടീരിയൻ തിരിഞ്ഞ് ഗ്രേവമിനെ നോക്കി. അവൻ തീർത്തും താൽപ്പര്യമില്ലാത്ത ഭാവത്തിൽ തലവെട്ടിച്ചു. എങ്കിൽ നിങ്ങളുടെ രാജാവിനെ തിരഞ്ഞെടുത്തോളൂ, ഗ്രേവം ദേഷ്യത്തോടെ പറഞ്ഞു. സഭയിലുള്ളവർ പരസ്പരം നോക്കി. ഇത് തനിക്കുള്ള അവസരമാണെന്ന് കരുതി എഡ്മിയോർ വേഗത്തിൽ എഴുന്നേറ്റ് സഭയുടെ നടുവിലേക്ക് നടന്നു. എന്റെ പ്രഭുക്കന്മാരെ, പ്രഭ്വികളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണിതെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിന്ന് തീരുമാനിക്കുന്നത് ചരിത്രത്തിൽ പ്രതിധ്വനിക്കും. ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന പ്രഭുക്കന്മാരിൽ ഒരാളായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. 2 യുദ്ധങ്ങളിൽ പങ്കെടുത്തവൻ. ഭരണകാര്യങ്ങളിൽ എനിക്കുള്ള ചെറിയ കഴിവിന് കാരണം എന്റെ ഈ പരിചയസമ്പത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലുപരി, അമ്മാവാ, ദയവായി താഴെയിരിക്കാമോ, സൻസ അവനെ പാതിവഴിയിൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എഡ്മിയോർ അല്പം പരിഭ്രമത്തോടെ മറ്റുള്ളവരുടെ പിന്തുണയ്ക്കായി ചുറ്റും നോക്കി. എന്നാൽ റോബിനും യോൺറോയ്സും സാമും അവനെ നോക്കി ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു. അവൻ തിരിഞ്ഞ് സാൻസായെ നോക്കി. അവളുടെ കണ്ണുകൾ അവനോടിരിക്കാൻ കർശനമായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കടുത്ത അപമാനത്തോടെ അവൻ തിരിഞ്ഞു നടന്നപ്പോൾ അവൻ പതുക്കെ തന്റെ കസേരയിലിരുന്നു. എന്നിട്ട് ഒരു നെടുവീർപ്പിട്ടു. ശരി, നമുക്ക് ആരെയെങ്കിലും തിരഞ്ഞെടുത്തേ മതിയാകൂ, യോൺറോയ്സ് വീണ്ടും ഓർമ്മിപ്പിച്ചു. എഡ്മിയോർ നേരെ ടീരിയനെ നോക്കി പറഞ്ഞു, നിനക്കായിരിക്കും കിരീടം വേണ്ടത്. എനിക്കോ? ഈ കുള്ളനോ? ടീരിയൻ തന്റെ തലയാട്ടിക്കൊണ്ട് ചോദിച്ചു. ഡെനറീസിനെ സേവിച്ചതിന് പകുതിപ്പേർ എന്നെ വെറുക്കുന്നു. അവളെ ചതിച്ചതിന് ബാക്കി പകുതിപ്പേരും എന്നെ വെറുക്കുന്നു. ടീരിയൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഗ്രേവം കടുത്ത വെറുപ്പോടെ അവനെ നോക്കുന്നത് അവൻ കണ്ടു. ഇതിലും മോശമായൊരു തെരഞ്ഞെടുപ്പ് വേറെയുണ്ടാകില്ല, ടീരിയൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ ആരാണ്? ഡാവോസ് ചോദിച്ചു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എനിക്ക് ചിന്തിക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചോരപുരണ്ട ചരിത്രത്തെക്കുറിച്ച്, നമ്മൾ വരുത്തിവെച്ച വലിയ തെറ്റുകളെക്കുറിച്ച്. ടീരിയൻ വീണ്ടും ഗ്രേവമിനെ നോക്കി. എന്താണ് മനുഷ്യരെ ഒന്നിപ്പിക്കുന്നത്? സൈന്യങ്ങളോ? സ്വർണമോ? കൊടികളോ? അല്ല, കഥകളാണ്. ഈ ലോകത്തിൽ ഒരു നല്ല കഥയേക്കാൾ ശക്തമായി മറ്റൊന്നുമില്ല. ഒന്നിനും അതിനെ തടയാൻ കഴിയില്ല. ഒരു ശത്രുവിനും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ബ്രാൻഡിനേക്കാൾ മികച്ച ഒരു കഥ വേറെ ആർക്കാണുള്ളത്? വലിയൊരു ഗോപുരത്തിൽ നിന്നും താഴെ വീണിട്ടും ജീവനോടെയിരിക്കുന്ന കുട്ടി. ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറക്കാൻ പഠിച്ചു. ഒരു വികലാംഗനായ കുട്ടിയായി അവൻ വലിയ മതിലിനപ്പുറത്തേക്ക് പോയി ഒടുവിൽ 3-eyed റേവനായി മാറി. അവനാണ് നമ്മുടെ ഓർമ്മ, നമ്മുടെ കഥകളുടെയെല്ലാം കാവൽക്കാരൻ. യുദ്ധങ്ങൾ, വിവാഹങ്ങൾ, ജനനങ്ങൾ, കൂട്ടക്കുരുതികൾ, ക്ഷാമങ്ങൾ, നമ്മുടെ വിജയങ്ങൾ, നമ്മുടെ തോൽവികൾ, നമ്മുടെ ഭൂതകാലം. നമ്മളെ ഭാവിയിലേക്ക് നയിക്കാൻ അവനേക്കാൾ മികച്ച ഒരാൾ വേറെയാരുണ്ട്? മുറിയിലെ ഓരോരുത്തരെയും നോക്കി ടീരിയൻ തന്റെ ചോദ്യമെറിഞ്ഞു. ബ്രാൻഡിന് രാജാവാകാൻ യാതൊരു താൽപ്പര്യവുമില്ല. മാത്രമല്ല, അവനൊരിക്കലും കുട്ടികളുണ്ടാകാനും പോകുന്നില്ല, സൻസ തന്റെ ആശങ്ക പങ്കുവച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. രാജാക്കന്മാരുടെ മക്കൾ എത്രത്തോളം ക്രൂരന്മാരും വിഡ്ഢികളുമാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവന്റെ മക്കൾ നമ്മളെയൊരിക്കലും വേട്ടയാടില്ല. ആ കാലചക്രം തകർക്കാനാണല്ലോ നമ്മുടെ രാജ്ഞിയും ആഗ്രഹിച്ചത്. ടീരിയൻ വീണ്ടും ഗ്രേവോമിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇത്തവണ അവൻ ആ നോട്ടം പിൻവലിച്ചില്ല. ഇനി മുതൽ രാജാക്കന്മാർ ജനിക്കുകയില്ല. രാജ്യത്തെ സേവിക്കാനായി വെസ്റ്ററോസിലെ പ്രഭുക്കന്മാരും പ്രഭ്വികളും ചേർന്ന് അവരെ ഇവിടെ വെച്ച് തിരഞ്ഞെടുക്കും, ടീരിയൻ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു. അവൻ പതുക്കെ ബ്രാനിന്റെ അടുത്തേക്ക് നടന്നു. നിനക്കിത് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് അധികാരത്തോട് യാതൊരു താൽപ്പര്യവുമില്ലെന്നും എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ തെരഞ്ഞെടുത്താൽ നീ ഈ കിരീടം ധരിക്കുമോ? നിന്റെ അവസാന ദിവസം വരെ നിന്റെ കഴിവിന്റെ പരമാവധി ഈ 7 രാജ്യങ്ങളെയും നീ നയിക്കുമോ? ആ വലിയ സഭയുടെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ ബ്രാനിന്റെ മുഖത്തായിരുന്നു. ആ നിമിഷത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു. ഞാൻ ഇത്രയും ദൂരം വന്നത് എന്തിനാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ബ്രാനിന്റെ ചുണ്ടുകളിൽ അവനു മാത്രം മനസ്സിലാകുന്ന ഒരു ചെറുപുഞ്ചിരി വിടർന്നു. ടീരിയൻ പെട്ടെന്ന് സഭയ്ക്ക് നേരെ തിരിഞ്ഞ് ഉച്ചത്തിൽ പറഞ്ഞു, സ്റ്റാർക്ക് കുടുംബത്തിലെ ബ്രാൻഡന് എന്റെ വോട്ട്. കൂടാരത്തിൽ ഭയാനകമായൊരു നിശബ്ദത പരന്നു. ബാക്കിയുള്ളവർ എന്താണ് തീരുമാനിക്കുകയെന്നറിയാതെ ടീരിയൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. എന്റെ വോട്ടും, സാം സന്തോഷത്തോടെ പറഞ്ഞു. സമ്മതം, എഡ്മ്യൂർ പറഞ്ഞു. സമ്മതം, റിവർലാൻഡ്സ് ലോർഡും പ്രതിവചിച്ചു. എഡ്മ്യൂർ തന്റെ അനന്തരവന്മാരെയും അനന്തരവൾമാരെയും നോക്കി.
സമ്മതം, യോൺറോയ്സ് ഗാംഭീര്യത്തോടെ പറഞ്ഞു. പിന്നീട് കേട്ടത് അംഗീകാരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. സമ്മതം, ബ്രിയന്നും തന്റെ തീരുമാനമറിയിച്ചു. ഒടുവിൽ സൻസ തന്റെ അനിയന്റെ നേരെ തിരിഞ്ഞു. നീ വളരെ നല്ലൊരു രാജാവായിരിക്കും. പക്ഷെ വെസ്റ്ററോസിനെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി നടന്ന വലിയ യുദ്ധത്തിൽ 10,000-കണക്കിന് വടക്കൻ സൈനികരാണ് മരിച്ചുവീണത്. അതിൽ നിന്നും രക്ഷപ്പെട്ടവരാകട്ടെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചവരും ഇനിയൊരിക്കലും ആർക്കും മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറല്ലാത്തവരുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്നതുപോലെ വടക്ക് ഒരു സ്വതന്ത്ര രാജ്യമായി തന്നെ നിലനിൽക്കും, സാൻസ വളരെ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു. ബ്രാൻ അവളുടെ ആഗ്രഹത്തെ യാതൊരു മറുപടിയും കൂടാതെ തലകുലുക്കി അംഗീകരിച്ചു. ടീരിയൻ സഭയ്ക്ക് നടുവിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, 6 രാജ്യങ്ങളുടെയും നാഥനായ, രാജ്യത്തിന്റെ സംരക്ഷകനായ ആൻഡാൽസിന്റെയും ഫേസ്റ്റ്മെന്റെയും രാജാവായ ബ്രാൻ ദ ബ്രോക്കന് നീണാൾ വാഴട്ടെ. ബ്രാൻ ഒഴികെ മറ്റെല്ലാവരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു നിന്നു. ബ്രാൻ ദ ബ്രോക്കന് നീണാൾ വാഴട്ടെ. ആ വലിയ സഭ ഒന്നടങ്കം ആർത്തുവിളിച്ചു. എല്ലാവരും തിരികെയിരുന്നു. ടീരിയൻ രാജാവിനു മുന്നിൽ കുമ്പിട്ട് വണങ്ങിയിട്ട് അവിടെ നിന്നും പോകാൻ തിരിഞ്ഞു. ലോർഡ് ടീരിയൻ, നിങ്ങളായിരിക്കും എന്റെ വലങ്കൈ ഹാൻഡ്, ബ്രാൻ പറഞ്ഞു. തിരുമനസേ, എനിക്കിത് ആവശ്യമില്ല, ടീരിയൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കും രാജാവാകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ലല്ലോ, ബ്രാൻ ശാന്തമായി പറഞ്ഞു. ഞാനിതിനർഹനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വലിയ ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ എനിക്കില്ലായിരുന്നു. എന്താണ് ശരിയെന്ന് എനിക്കറിയാമെന്ന് ഞാൻ കരുതി, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. താങ്കൾ സർ ഡാവോസിനെ തിരഞ്ഞെടുക്കൂ, അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും, ടീരിയൻ ദയനീയമായി അപേക്ഷിച്ചു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു, ബ്രാൻ വളരെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇതുകേട്ട് ഗ്രേവം മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിതിന് കഴിയില്ല. എനിക്ക് കഴിയും. ഞാനാണ് രാജാവ്. ബ്രാനിന്റെ സ്വരത്തിൽ അധികാരത്തിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഇവനൊരു കുറ്റവാളിയാണ്. ഇവൻ ശിക്ഷിക്കപ്പെടണം, ഗ്രേവം വാദിച്ചു. അവനിപ്പോൾ കിട്ടിയത് അതുതന്നെയാണ്. അവൻ ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവന്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ ആ തെറ്റുകൾ തിരുത്താനായി അവൻ ചിലവഴിക്കും. ബ്രാൻ തന്റെ തീരുമാനം വ്യക്തമാക്കി. ഇതുപോരാ, ഗ്രേവം തന്റെ അതൃപ്തി മറച്ചുവെക്കാതെ തലയാട്ടിക്കൊണ്ടു പറഞ്ഞു. ടീരിയൻ ഒരു നെടുവീർപ്പോടെ താഴേക്ക് നോക്കി. ഇരുട്ടും തണുപ്പും നിറഞ്ഞ ആ തടവറയിൽ മുടിയും താടിയും വളർന്ന് ആകെ തകർന്ന അവസ്ഥയിൽ ജോൺ ഇരിക്കുകയായിരുന്നു. പുറത്തു നടന്ന കാര്യങ്ങൾ അവനെ അറിയിക്കാൻ ടീരിയൻ അവിടെയെത്തി. നിന്നെ അൺസലീഡിന് വിട്ടുകൊടുത്താൽ അതൊരു യുദ്ധത്തിന് കാരണമാകും. നിന്നെ വെറുതെ വിട്ടാലും അതൊരു യുദ്ധത്തിന് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ പുതിയ രാജാവ് നിന്നെ നൈറ്റ്സ് വാച്ചിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ടീരിയൻ വളരെ പതുക്കെ പറഞ്ഞു. ഇപ്പോഴും ഒരു നൈറ്റ്സ് വാച്ച് അവിടെയുണ്ടോ? ജോൺ അവിശ്വസനീയതയോടെ ചോദിച്ചു. ബാസ്റ്റാർഡുകൾക്കും തകർന്ന മനുഷ്യർക്കുമെന്നും ഒരിടം ഈ ലോകത്ത് ആവശ്യമായി വരുമല്ലോ, ടീരിയൻ പറഞ്ഞു. ജോൺ വേദനയോടെ ഒന്ന് നെടുവീർപ്പിട്ടു. അൺസല്ലീഡ് നിന്റെ തല വേണമെന്നാണ് ആവശ്യപ്പെട്ടത്, പക്ഷെ നിനക്ക് ജീവപര്യന്തം ശിക്ഷ നൽകാൻ ഗ്രേവം സമ്മതിച്ചു. സാൻസായ്ക്കും ആര്യയ്ക്കും നിന്നെ സ്വതന്ത്രനാക്കാനായിരുന്നു താൽപര്യം, പക്ഷെ നമ്മുടെ പുതിയ രാജാവിന് സമാധാനം കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ചുരുക്കത്തിൽ ആരും പൂർണ്ണമായി സന്തോഷത്തിലല്ല. ഇതിനർത്ഥം ഇതൊരു നല്ല ഒത്തുതീർപ്പാണെന്നാണ് ടീരിയൻ വിശദീകരിച്ചു. അത് ശരിയായിരുന്നോ ഞാൻ ചെയ്തത്? ജോൺ തന്റെ ഉള്ളിലെ വലിയ ഭാരം ഇറക്കിവെക്കാൻ ശ്രമിച്ചു. നമ്മൾ ചെയ്തത്, ടീരിയൻ തിരുത്തി. എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല, ജോൺ വളരെ വിഷമത്തോടെ പറഞ്ഞു. ടീരിയൻ അവനരികിലേക്ക് നടന്നു ചെന്ന് അവന്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചു. എന്നിട്ടവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നമ്മളിനി ഒരിക്കലും പരസ്പരം കാണുമെന്ന് ഞാൻ കരുതുന്നില്ല, ജോൺ അവനോട് പറഞ്ഞു. അത് എനിക്കത്ര ഉറപ്പില്ല. കുറച്ചുകാലം രാജാവിന്റെ വലങ്കയായിരുന്നാൽ ആർക്കായാലും ലോകത്തിന്റെ അറ്റത്തേക്ക് പോയി മൂത്രമൊഴിക്കാൻ തോന്നും, ടീരിയൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു. ജോൺ തലകുലുക്കി സമ്മതിച്ചു. ടീരിയൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി. സമുദ്രത്തിൽ നിന്നുള്ള കാറ്റ് കിങ്സ് ലാൻഡിങ്ങിന്റെ തീരത്തേക്ക് വീശിയടിച്ചു. തിരമാലകളുടെ ഇരമ്പലും കടൽക്കാക്കകളുടെ കരച്ചിലും ആ അന്തരീക്ഷത്തിൽ മുഴങ്ങിനിന്നു. ജോൺ ആ വലിയ പടവുകൾ ഇറങ്ങി താഴേക്ക് വന്നു. നൈറ്റ്സ് വാച്ചിലെ 2 സൈനികർ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ അവനെ അനുഗമിച്ചു. ആ തുറമുഖം കപ്പലുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. തിരക്കേറിയ ആ പാതയിലൂടെ നടക്കുമ്പോൾ അവിടെ നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിൽ നിൽക്കുന്ന ഗ്രേവേമിനെ ജോൺ കണ്ടു. രണ്ടുപേരും പരസ്പരം കണ്ണുകളിൽ നോക്കി. പിന്നീട് നോട്ടം പിൻവലിച്ച് ജോൺ തന്റെ യാത്ര തുടർന്നു. ആ കപ്പലിലെ ഒരു അൺസലീഡ് ക്യാപ്റ്റൻ ഗ്രേവേമിന്റെ അടുത്തേക്ക് വന്നു. എല്ലാ സൈനികരും കപ്പലിൽ കയറിക്കഴിഞ്ഞു, ക്യാപ്റ്റൻ വലറിയൻ ഭാഷയിൽ പറഞ്ഞു. നമ്മൾ നാത്ത് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്നു, ഗ്രേവേം മറുപടി നൽകി. സൈനികർ കപ്പൽ യാത്രയ്ക്കായി തയ്യാറെടുത്തു തുടങ്ങി. കടൽഭിത്തിയിലൂടെ ജോൺ നടന്നു നീങ്ങി. അവിടെ അവനായി സാൻസായും ആര്യായും ബ്രാനും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് കാലങ്ങൾക്കു ശേഷം അവർ വീണ്ടും പിരിയുകയാണ്. എനിക്ക് വേറൊരു വഴിയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്നോട് ക്ഷമിക്കാൻ നിനക്ക് കഴിയുമോ? സാൻസ കണ്ണീരോടെ ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ ജോൺ ഒന്ന് പതറി. നിങ്ങൾ കാരണമാണ് വടക്കിപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നത്, അവൻ പതുക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് അവരുടെ രാജാവിനെ നഷ്ടപ്പെട്ടില്ലേ, സാൻസ സങ്കടത്തോടെ പറഞ്ഞു. നെഡ് സ്റ്റാർക്കിന്റെ മകൾ അവർക്കുവേണ്ടി സംസാരിക്കുമല്ലോ. അവർക്ക് ചോദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചത് അതുതന്നെയാണ്, ജോൺ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാൻസ അവനെ ഇറുകെ പുണർന്നു.
പിന്നീട് ജോൺ തന്റെ കൈകൾ ആര്യയുടെ തോളിൽ വെച്ചു. നിനക്കെന്നെ വന്ന് കാണാമല്ലോ കാസിൽ ബ്ലാക്കിൽ, അവൻ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് കഴിയില്ല, അവൾ പറഞ്ഞു. സ്ത്രീകൾക്ക് അവിടേക്ക് പ്രവേശനമില്ലെന്ന് ആരെങ്കിലും നിന്നോട് പറയാൻ ധൈര്യപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജോൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വടക്കോട്ടേക്കില്ല. പിന്നെ നീയെങ്ങോട്ടാണ് പോകുന്നത്? സാൻസ അത്ഭുതത്തോടെ ചോദിച്ചു. വെസ്റ്ററോസിന്റെ പടിഞ്ഞാറ് എന്താണുള്ളത്? ആര്യ ചോദിച്ചു. എനിക്കറിയില്ല, ജോൺ പറഞ്ഞു. ആർക്കും അറിയില്ല. എല്ലാ ഭൂപടങ്ങളും അവസാനിക്കുന്നത് അവിടെയാണ്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ആര്യ തന്റെ വലിയ ലക്ഷ്യം പങ്കുവച്ചു. വളരെ സ്നേഹത്തോടെ ജോൺ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിന്റെ നീഡിൽ കയ്യിലുണ്ടോ? ജോൺ ചോദിച്ചു. ഇവിടെ തന്നെയുണ്ട്, അവൾ പറഞ്ഞു. അവളുടെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. അവനത് സ്നേഹത്തോടെ തുടച്ചുമാറ്റിക്കൊണ്ട് അവളെ ചേർത്തുപിടിച്ചു കരഞ്ഞു. ശേഷം ജോൺ തന്റെ രാജാവായ ബ്രാനനു മുന്നിൽ നിന്നു. തിരുമനസ്സേ, ജോൺ അവനെ നോക്കി പറഞ്ഞു. നിങ്ങൾക്കെന്നെ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് എനിക്ക് കൂടെ നിൽക്കാൻ കഴിയാത്തതിൽ എന്നോട് ക്ഷമിക്കണം. നീ എവിടെയായിരിക്കണമായിരുന്നോ അവിടെ തന്നെയാണ് നീ ഉണ്ടായിരുന്നത്. ബ്രാൻ വളരെ ശാന്തമായി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോൺ എഴുന്നേറ്റ് ദീർഘമായി ശ്വാസമെടുത്ത് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനമായി നോക്കി. അവൻ നൈറ്റ്സ് വാച്ച് സൈനികരുടെ കപ്പലിലേക്ക് നടന്നു കയറി. നിശബ്ദമായ ആ വലിയ ഗ്രന്ഥശാലയിൽ വെളിച്ചം വളരെ കുറവായിരുന്നു. വെസ്റ്ററോസിലെ വലിയ യോദ്ധാക്കളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ബുക്ക് ഓഫ് ബ്രദേഴ്സ് എന്ന വലിയ പുസ്തകം തുറന്നുവെച്ച് സർ ബ്രിയൻ ഇരിക്കുകയായിരുന്നു. അവൾ താളുകൾ മറിച്ച് സർ ജെയിം ലാനിസ്റ്ററിന്റെ പേജിലെത്തിച്ചേർന്നു. അത് പകുതി മാത്രമേ എഴുതിയിരുന്നുള്ളൂ, അതും വളരെ മോശമായ രീതിയിൽ. തികഞ്ഞ ശ്രദ്ധയോടെ അവൾ അവന്റെ ബാക്കി ചരിത്രം അവിടെ എഴുതിച്ചേർക്കാൻ തുടങ്ങി. എങ്ങനെ ആ ചരിത്രം അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ച് അവൾ അല്പനേരം നിന്നു. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞു നിന്നിരുന്നു. അവസാനമായി അവൾ ഇങ്ങനെ എഴുതിച്ചേർത്തു. തന്റെ രാജ്ഞിയെ സംരക്ഷിക്കുന്നതിനിടയിൽ മരണം വരിച്ചു. പുതിയ ഭരണസമിതിയുടെ മുറിയിലേക്ക് ടീരിയൻ കടന്നുവന്നു. രാജാവിന്റെ വലങ്കൈ എന്ന് കുത്തിവെച്ച ആ വലിയ കസേരയിലേക്ക് നോക്കി അവനൊന്ന് നെടുവീർപ്പിട്ടിട്ട് അവിടെയിരുന്നു. വാതിൽ തുറക്കപ്പെട്ടു. സർ ബ്രോൺ ഓഫ് ദ ബ്ലാക്ക് വാട്ടറും ഡാവോസും മേസ്റ്ററിന്റെ വസ്ത്രം ധരിച്ച സാമും മുറിയിലേക്ക് വന്നു. ബ്രോണും ഡാവോസും വളരെ ബഹളമുണ്ടാക്കി ശബ്ദത്തോടെയാണ് തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നത്. ഇതുകണ്ട് ടീരിയൻ അവരെ വിലക്കാൻ ശ്രമിച്ചു. അതങ്ങനെയല്ല. ടീരിയൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് സാമും അവന്റെ മുന്നിലേക്ക് എടുത്തുവെച്ചു. ഇതെന്താണ്? ടീരിയൻ അത്ഭുതത്തോടെ ചോദിച്ചു. എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ. റോബർട്ട് രാജാവിന്റെ മരണത്തിനു ശേഷമുള്ള യുദ്ധങ്ങളുടെ ചരിത്രം ആർച്ച് മീസ്റ്റർ ഇബ്രോസ് എഴുതിയതാണ്. ഈ പേര് കണ്ടെത്താൻ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു, സാം വളരെ അഭിമാനത്തോടെ പറഞ്ഞു. ടീരിയൻ വേഗത്തിൽ ആ പുസ്തകത്തിന്റെ താളുകൾ മറിക്കാൻ തുടങ്ങി. എന്നെക്കുറിച്ച് വലിയ വിമർശനങ്ങളായിരിക്കും ഇതിലുണ്ടാകുക അല്ലേ? ടീരിയൻ ചോദിച്ചു. എന്നാൽ സാം യാതൊരു മറുപടിയും പറഞ്ഞില്ല. എന്നെക്കുറിച്ച് എന്താണ് ഇതിലെഴുതിയിരിക്കുന്നത്? ടീരിയന് ആകാംക്ഷ അടയ്ക്കാനായില്ല. നിങ്ങളെക്കുറിച്ച് ഇതിലൊരിടത്തും പറഞ്ഞിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല, സാം വളരെ പതുക്കെ പറഞ്ഞു. ടീരിയനത് വിശ്വസിക്കാനായില്ല. ഇതുകേട്ട ബ്രോൺ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. രാജാവായ ബ്രാൻ അകത്തേക്ക് വന്നു. കിങ്സ്ഗാർഡിന്റെ ക്യാപ്റ്റനായ ബ്രിയനാണ് അവന്റെ കസേര ഉന്തിക്കൊണ്ടുവന്നത്. എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നു. തിരുമനസ്സെ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അവരെല്ലാവരും രാജാവിന്റെ മുഖത്തേക്ക് നോക്കി. നമുക്കിപ്പോൾ മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ഇല്ല, മാസ്റ്റർ ഓഫ് ലോസും മാസ്റ്റർ ഓഫ് വാറുമില്ല. ബ്രാൻ സഭയുടെ കുറവുകൾ ഓർമ്മിപ്പിച്ചു. വരും ആഴ്ചകളിൽ തന്നെ യോഗ്യരായ ആളുകളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്, ടീരിയൻ പറഞ്ഞു. ഡ്രോഗോന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ? ബ്രാൻ ചോദിച്ചു. അവസാനമായി കിഴക്കുഭാഗത്തേക്ക് പറന്നുപോകുന്നതാണ് കണ്ടത്. സാം പറഞ്ഞു തുടങ്ങിയതും ബ്രോൺ ഇടപെട്ടു. എത്രത്തോളം ദൂരേക്ക് പോകുന്നോ അത്രയും നല്ലത്. ചിലപ്പോൾ എനിക്കവനെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടർന്നോളൂ, ബ്രാൻ പറഞ്ഞു. കൽപ്പന പോലെ തിരുമനസ്സെ, ടീരിയൻ തലകുലുക്കി. സർ പോഡ്രിക് ബ്രിയൻ വിളിച്ചു. പുതിയ കിങ്സ്ഗാർഡായ പോഡ്രിക് അകത്തേക്ക് വന്നു. സഭ വീണ്ടും എഴുന്നേറ്റ് നിന്നു. തൊണ്ടയൊന്ന് ശരിയാക്കിക്കൊണ്ട് ടീരിയൻ പറഞ്ഞു. 6 രാജ്യങ്ങളുടെ ഭരണാധികാരിയും രാജ്യത്തിന്റെ സംരക്ഷകനുമായ ബ്രാൻ ദ ബ്രോക്കൻ എന്ന ഞങ്ങളുടെ രാജാവിനെ സേവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടുന്ന് നീണാൾ വാഴട്ടെ. എല്ലാവരും ആ വാക്കുകൾ ഏറ്റുചൊല്ലി. പോഡ്രിക് രാജാവിനെ അവിടെ നിന്നും കൊണ്ടുപോയി. എല്ലാവരും തിരികെയിരുന്നു. ഇനി വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാജ്യം വീണ്ടും പഴയതുപോലെ പടുത്തുയർത്തേണ്ടതുണ്ട്. ദിശകൾ മാറി മാറി വരുന്ന ആ കാഴ്ചകൾ ആരംഭിക്കുകയായിരുന്നു.
കാസൽ ബ്ലാക്കിലെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കൊടും തണുപ്പുള്ള ആ പകലിൽ ഒരു വലിയ കൊമ്പ് മുഴങ്ങി. കുതിരപ്പുറത്ത് ജോണും മറ്റ് 2 നൈറ്റ്സ് വാച്ച് സൈനികരും അവിടെയെത്തി. അവർക്കായി ആ വലിയ തടികൊണ്ടുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു. വരാനിരിക്കുന്ന പുതിയ ജീവിതത്തെ നേരിടാൻ ജോൺ ദീർഘമായി ശ്വാസമെടുത്ത് ധൈര്യം സംഭരിച്ചു. ആ വലിയ മുറ്റത്ത് അവനായി ടോമുണ്ട് കാത്തുനിൽപ്പുണ്ടായിരുന്നു. ജോൺ മുന്നോട്ട് കുതിച്ചു. അവനു പിന്നിലായി ആ വലിയ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു. മറുഭാഗത്ത് സമുദ്രത്തിന്റെ നടുവിൽ ആര്യ തന്റെ വാളായ നീഡിൽ ഉറയിലിട്ടു. വിന്റർഫെല്ലിൽ സാൻസായെ രാജ്ഞിയായി വാഴിക്കാൻ തോഴിമാർ അവൾക്ക് വളരെ മനോഹരമായ ചാരനിറത്തിലുള്ള വസ്ത്രം അണിയിച്ചു കൊടുക്കുകയായിരുന്നു. അവളുടെ കുപ്പായത്തിൽ സ്റ്റാർക്ക് കുടുംബത്തിന്റെ അടയാളമായ ചെന്നായയുടെ രൂപം വളരെ ഭംഗിയായി തുന്നിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ആര്യ തന്റെ കപ്പലിൽ ഒരു മേശപ്പുറത്ത് വലിയൊരു ഭൂപടം നിവർത്തിവെച്ച് നോക്കി. ഒടുവിൽ യാത്ര തിരിക്കാനുള്ള സമയമായി. ഫ്രീഫോക്കിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങുന്ന ജോണിന് മുന്നിൽ അവർ വഴിമാറിക്കൊടുത്തു. പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ടു. ജോണിന്റെ പ്രിയപ്പെട്ട ചെന്നായ. യുദ്ധത്തിൽ അവനൊരു ചെവി നഷ്ടപ്പെട്ടിരുന്നു. ശരീരമാകെ മുറിവുകളുമുണ്ടായിരുന്നു. ആ കാഴ്ച ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതായിരുന്നു. അങ്ങകലെ കടലിൽ തന്റെ കപ്പലിന്റെ മുൻഭാഗത്തായി തീർത്ത ചെന്നായയുടെ രൂപത്തിന് പിന്നിലായി ആര്യ നിന്നു. ഇനിയങ്ങോട്ട് അജ്ഞാതമായ സമുദ്രമാണ് അതോർത്തവൾ പുഞ്ചിരിച്ചു. വിന്റർഫെല്ലിൽ സ്റ്റാർ കുടുംബത്തിന്റെ അടയാളമുള്ള ആ മനോഹരമായ കിരീടം സാൻസായുടെ തലയിൽ വെച്ചുകൊടുത്തു. അവൾ ആ സിംഹാസനത്തിലിരുന്നു. അവളുടെ സൈനികർ വാളുകൾ ഉയർത്തിപ്പിടിച്ചു സല്യൂട്ട് ചെയ്തു. വടക്കിന്റെ രാജ്ഞി. കാസൽ ബ്ലാക്കിന്റെ വലിയ മതിലിനടിയിലുള്ള ഇരുണ്ട തുരങ്കത്തിലൂടെ ജോൺ കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു. അവന് പിന്നിലായി ടോർമണ്ടുമുണ്ട്. തുരങ്കത്തിന്റെ അപ്പുറത്ത് ഗോസ്റ്റ് ആദ്യം എത്തിച്ചേർന്നു. അവർക്ക് പിന്നിലായി കാട്ടുജാതിക്കാരായ ആ വലിയ ജനക്കൂട്ടവും നടന്നു. ജോൺ സ്നോ എന്ന ആ മനുഷ്യന് ഒരിക്കലും വിന്റർഫെല്ലോ കിങ്സ് ലാൻഡിംഗിലോ ഒരു യഥാർത്ഥ സ്ഥാനമുണ്ടായിരുന്നില്ല. അവന്റെ യഥാർത്ഥ വീട് ഈ വലിയ മതിലിനപ്പുറമാണ്, ഈ പച്ചയായ മനുഷ്യർക്കിടയിലാണ്. ഇനി യുദ്ധങ്ങളില്ല, ചതികളില്ല, അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളില്ല, രാജ്യത്തിനു വേണ്ടി സ്നേഹം ബലി കൊടുക്കേണ്ടതില്ല. ആ വലിയ മഞ്ഞുമലകൾക്കിടയിൽ വടക്കിന്റെ യഥാർത്ഥ സംരക്ഷകൻ നടന്നു മറയുമ്പോൾ ഐസിന്റെയും ഫയറിന്റെയും ആ മഹാ ഇതിഹാസത്തിന് അവിടെ പൂർണ്ണമായും തിരശ്ശീല വീഴുകയായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസ് എന്ന ഈ മഹാ ഇതിഹാസം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതൊരു വലിയ കടമ്പയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അന്ന് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. ഈ കഥയുടെ ഓരോ അധ്യായങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എന്റെ കൂടെ നിങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഈ അവസാന എപ്പിസോഡിന്റെ തിരശ്ശീല വീഴുമ്പോൾ നമ്മൾ 5000-ൽ പരം ആളുകളടങ്ങുന്ന വലിയൊരു കുടുംബമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടുമില്ലാതെ എനിക്കൊരിക്കലും ഈ വലിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോ എപ്പിസോഡിനും വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പും ആവേശവും കമന്റുകളുമാണ് ഓരോ വീഡിയോയും കൂടുതൽ മികച്ചതാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. വിന്റർഫെല്ലിലെ മഞ്ഞുവീഴ്ചയും കിങ്സ് ലാൻഡിംഗിലെ അധികാര പോരാട്ടങ്ങളും ഡ്രാഗണുകളുടെ തീമഴയും നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചറിഞ്ഞു. ഐസിന്റെയും ഫയറിന്റെയും ഈ ഇതിഹാസം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഈ ഇരുമ്പ് സിംഹാസനത്തിനു വേണ്ടിയുള്ള യഥാർത്ഥ പോരാട്ടം നടന്നത് ഇതിനുമൊക്കെ 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. അധികാരമെന്ന ഭ്രാന്തിനു വേണ്ടി പരസ്പരം പോരടിച്ചപ്പോൾ അവിടെ ഒഴുകിയ ചോരയ്ക്കും എരിഞ്ഞടങ്ങിയ തീയ്ക്കും മറ്റൊരു ചരിത്രമുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത യാത്ര ആ വലിയ തീയിലേക്കാണ്.